ലോകം മുഴുവൻ ശ്വാസമടക്കി പിടിച്ചു നിന്ന ആ നിമിഷം, ആകാശത്തു നിന്നും അഗ്നിവർഷമായി ഇസ്രായേലിന്റെ മിസൈലുകൾ ആ കൊട്ടാരമുറ്റത്തേക്ക് പതിച്ചു. പുകയും തീയുമുയർന്ന ആ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു ചരിത്രം അവസാനിക്കുകയായിരുന്നു. സദ്ദാം ഹുസൈൻ, ഗദ്ദാഫി, ഖാസിം സുലൈമാനി അങ്ങനെ നീളുകയാണ്. ഇപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി വരെ. എന്തുകൊണ്ടാണ് അമേരിക്ക ഇസ്ലാമിക രാജ്യങ്ങളിലെ കരുത്തുറ്റതായ നേതാക്കളെ വേട്ടയാടുന്നത്? യുദ്ധങ്ങളും പ്രതിരോധങ്ങളും വഴി എത്ര രാജ്യങ്ങളാണ് ദരിദ്രത്തിലേക്ക് തള്ളപ്പെട്ടത്? ഇതിന്റെ പിന്നിലെ യഥാർത്ഥ മാസ്റ്റർ പ്ലാൻ എന്താണ്? നമുക്ക് നോക്കാം. അമേരിക്കയുടെ പശ്ചിമേഷ്യൻ നയം എപ്പോഴും അവരുടെ താൽപര്യങ്ങൾക്ക് വഴങ്ങാത്ത ഭരണകൂടങ്ങളെ മാറ്റുക എന്നതായിരുന്നു. അമേരിക്കയുടെ ഏറ്റവും വലിയ ശക്തി അവരുടെ ഡോളറാണ്. ലോകത്തിലെ എണ്ണ വ്യാപാരം ഡോളറിൽ മാത്രമേ നടക്കാവൂ എന്നതായിരുന്നു അമേരിക്കയുടെ അലിഖിത നിയമം. സദ്ദാം ഹുസൈൻ എണ്ണ യൂറോയിൽ വിൽക്കാൻ തീരുമാനിച്ചതും ഗദ്ദാഫി ആഫ്രിക്കയിൽ സ്വന്തം കറൻസി ആലോചിച്ചതും അവരെ വധിക്കാൻ പ്രേരിപ്പിച്ച പ്രധാന കാരണങ്ങളായി വിലയിരുത്തപ്പെടുന്നു. ഇറാൻ ഡോളറിനെ ഉപേക്ഷിച്ച് മറ്റ് കറൻസികളിലേക്ക് മാറിയതാണ് അവരെ അമേരിക്കയുടെ കണ്ണിലെ ഏറ്റവും വലിയ ശത്രുവാക്കിയത്. ലോകത്തിലെ എണ്ണ നിക്ഷേപത്തിന്റെ വലിയൊരു ഭാഗവും പശ്ചിമേഷ്യയിലാണ്. ഈ വിഭവങ്ങളിൽ അമേരിക്കൻ കമ്പനികൾക്ക് ആധിപത്യം ഉറപ്പാക്കാൻ അനുകൂലമായ ഭരണകൂടങ്ങൾ അവിടെ ഉണ്ടാകേണ്ടത് അവരുടെ ആവശ്യമാണ്. അമേരിക്കൻ ഡോളറിനെ വെല്ലുവിളിക്കുന്നത്, റഷ്യയുമായും ചൈനയുമായും അടുക്കുന്നതും ആയ നേതാക്കളെ ഭീകരതയുടെ പേര് പറഞ്ഞ് പുറത്താക്കുക എന്നത് അവരുടെ കാലങ്ങളായുള്ള തന്ത്രങ്ങളാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ തങ്ങളെ വെല്ലുവിളിക്കാൻ കെൽപ്പുള്ള ഒരേ ഒരു ശക്തി ഇറാനാണ്. ഇറാന്റെ ആണവ പദ്ധതികളും ഹിസ്ബുള്ള, ഹമാസ് തുടങ്ങിയ ഗ്രൂപ്പുകൾക്ക് അവർ നൽകുന്ന പിന്തുണയും ഇസ്രായേലിന് ഒരു വലിയ ഭീഷണി തന്നെയാണ്. അതുകൊണ്ടാണ് ഇറാനിലെ പല നേതാക്കളെയും ശാസ്ത്രജ്ഞരെയും വധിക്കാൻ ഇസ്രായേൽ മൊസാദ് വഴി ശ്രമിക്കുന്നത്. മേഖലയിൽ തങ്ങൾക്ക് ചുറ്റുമുള്ള അറബ് ഇസ്ലാമിക രാജ്യങ്ങളെ ദുർബലമായി നിർത്താൻ കഴിയുന്നത് ഇസ്രായേലിന്റെ ഒരു സുരക്ഷാ നയമാണ്. യുദ്ധം കൊണ്ട് മാത്രമല്ല, ഉപരോധങ്ങൾ കൊണ്ടും അമേരിക്ക രാജ്യങ്ങളെ തകർക്കുന്നു. ഇറാനും ലിബിയയും ഒരു കാലത്ത് സമ്പന്നമായിരുന്നു. ഈ രാജ്യങ്ങൾ യുദ്ധത്തിന് ശേഷം ആഭ്യന്തര കലാപത്തിലേക്കും ദാരിദ്ര്യത്തിലേക്കും കൂപ്പുകുത്തി. ലോകത്തിലെ ഏറ്റവും വലിയ മാനുഷിക ദുരന്തം നേരിടുന്ന രാജ്യങ്ങളായി യമൻ മാറി. ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഇവിടെ പട്ടിണി മൂലം മരിക്കുന്നത്. പതിറ്റാണ്ടുകളായുള്ള സാമ്പത്തിക ഉപരോധം ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തളർത്തിയിട്ടുണ്ട്. മരുന്നുകൾക്കും അത്യാവശ്യ സാധനങ്ങൾക്ക് പോലും ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടാകുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയെ വധിച്ചതിലൂടെ ആത്മവീര്യം തകർക്കുക എന്നതാണ് അമേരിക്കയും ഇസ്രായേലും ലക്ഷ്യമിട്ടത്. ഇവർ രണ്ടുപേരും ഒന്നിക്കുമ്പോൾ ഈ നീക്കം കൂടുതൽ ശക്തമാകും. ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്ത് അവിടെ ഒരു ആഭ്യന്തര വിപ്ലവം ഉണ്ടാക്കുക എന്നതായിരുന്നു ഇവരുടെ അന്തിമ ലക്ഷ്യം.
ലിബിയയിലും ഇറാഖിലും സിറിയയിലും പോലെ ആയിരിക്കില്ല ഒരുപക്ഷെ ഇറാൻ. യുദ്ധം ജയിക്കുന്നത് ആയുധം കൊണ്ടാവാം, പക്ഷേ തോൽക്കുന്നത് സാധാരണ മനുഷ്യരാണ്. പശ്ചിമേഷ്യയിലെ ഈ കളിയിൽ ഇനി ആരൊക്കെ വീഴുമെന്നത് കാലം തെളിയിക്കും.